മോഡ്യൂളിലേക്ക് പോകാം. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ വാട്ട് ഇസ് കുക്കിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ്, റോൾ ഓഫ് ഹീറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ്, മെത്തേഡ് ഓഫ് കുക്കിംഗ് വിത്ത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഈച്ച്, അതിനകത്ത് തന്നെ മോയ്സ്റ്റ് ഹീറ്റ്, ഡ്രൈ ഹീറ്റ്, കോമ്പിനേഷൻ മെത്തേഡ്സ് ആൻഡ് അതർ മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്. ഇത്രയാണ് ഈ ഒരു മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. സോ കുക്കിംഗ് എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. പക്ഷെ അത് നമ്മളൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സബ്ജക്റ്റിംഗ് ഫുഡ് ടു ദി ആക്ഷൻ ഓഫ് ഹീറ്റ്. ഫുഡിനെ ഹീറ്റിന്റെ ആ ഒരു ആക്ഷനിലേക്ക് കടത്തുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുക്കിംഗ്. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ പ്രിപ്പയറിംഗ് ഫുഡ് വിത്ത് ഹീറ്റ് ഓർ ഫയർ. പ്രിപ്പയറിംഗ് ഫുഡ് വിത്ത് ഹീറ്റ് ഓർ ഫയർ ഇസ് ടേംഡ് ആസ് കുക്കിംഗ്. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടുമാണ്, അതേപോലെ തന്നെ ഇതൊരു സയൻസും ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറെ സയന്റിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിലേക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ്? ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ ചോദിക്കുന്ന അതേ എന്താ പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ അതേ ആൻസർ ആണ് ഇവിടെയും പറയേണ്ടത്. എന്തിനാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്? വൺ ഇസ് ഇറ്റ് ഇംപ്രൂവ്സ് ഡൈജസ്റ്റബിലിറ്റി, ദഹനശേഷി കുറച്ചുകൂടെ വർദ്ധിപ്പിക്കും. ഇംപ്രൂവ്സ് ദ ടേസ്റ്റ് ആൻഡ് ഫുഡ് ക്വാളിറ്റി, ഫുഡിന്റെ ടേസ്റ്റും അതേപോലെ തന്നെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യും. ഡിസ്ട്രാക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ പടർത്തുന്ന മൈക്രോ ഓർഗാനിസംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കും. അത് മാത്രം അടുത്തൊരു പോയിന്റ് ആണ് കോൺസെൻട്രേറ്റ്സ് ന്യൂട്രിയൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുക്കിങ്ങിലൂടെ നമുക്ക് കുറേയും കൂടെ ന്യൂട്രിയൻ അവൈലബിലിറ്റി ഉണ്ടാവും, അതാണ് അവിടെ പറയുന്നത്. മറ്റൊരു പോയിന്റ് ആണ് ഇൻക്രീസസ് ആന്റി ഓക്സിഡന്റ് വാല്യൂ. ആന്റി ഓക്സിഡന്റ് കഴിവ് ഓരോ ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ആ ആന്റി ഓക്സിഡൻസിന്റെ കഴിവ് വർദ്ധിപ്പിക്കും കുക്കിങ്ങിലൂടെ. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇൻക്രീസസ് വെറൈറ്റി. ഇപ്പം സ്ഥിരമായിട്ട് ഭക്ഷണം നമ്മൾ പാചകം ചെയ്യാതെ പച്ചക്ക് കഴിക്കുക എന്ന് പറയുന്നത് കുറെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ബോറടിക്കും. അപ്പൊ അതിന്റെ വെറൈറ്റി കുക്കിങ്ങിലൂടെ പലതരത്തിലുള്ള ഫുഡിലേക്ക് നമുക്ക് ഫെമിലിയർ ആകാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ടേസ്റ്റ് പാലറ്റബിലിറ്റി വെറൈറ്റി വരുന്നതോടുകൂടി തന്നെ നമുക്കത് ഇൻക്രീസ്ഡ് ആയി കിട്ടും. അതോടുകൂടി തന്നെ നമ്മുടെ ഫുഡിന്റെ കൺസംഷനും കൂടും. അപ്പൊ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് കുക്കിംഗ്, അല്ലെങ്കിൽ വൈ ഡു വി കുക്ക് ഫുഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്. അത് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇംപ്രൂവ്സ് ദ ടേസ്റ്റ് ആൻഡ് ഫുഡ് ക്വാളിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്ക്ഡ് റൈസും അതേപോലെ തന്നെ റോസ്റ്റ് ചെയ്ത കാപ്പിക്കുരു, അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്ത് കിട്ടും കുക്കിങ്ങിലൂടെ. ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഫുഡ് വഴി കിട്ടുന്ന ഇൻഫെക്ഷൻസിന്റെ ഹാംഫുൾ ഓർഗാനിസംസ്, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഹാംഫുള്ളും ഉണ്ട്, നമുക്ക് ഹെൽപ്ഫുള്ളും ഉണ്ട്. ഇപ്പം പല മൈക്രോ ഓർഗാനിസംസ് ഫോർ എക്സാമ്പിൾ ബ്രെഡ്, ചീസ്, കേർഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. അതേ സമയത്ത് തന്നെ ഫോർ എക്സാമ്പിൾ സാൽമോണല്ല, ഷിജല്ല പോലത്തെ മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഫുഡ് പോയ്സണിങ്ങിലേക്ക് നയിക്കും. ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കുക്കിങ്ങിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഈ ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് നശിപ്പിക്കാനുള്ള കഴിവ് കിട്ടും. പിന്നെ ഇൻക്രീസസ് വെറൈറ്റി. ഫോർ എക്സാമ്പിൾ റൈസ്, സാധാരണ ഒരു അരി വേവിച്ച് ചോറായിട്ട് കഴിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ബോറടിക്കും. അപ്പൊ അതിനൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് പുലാവോ ലെമൺ റൈസോ ബിരിയാണിയോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഭക്ഷണത്തിൽ. ഇൻക്രീസസ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ റോ എഗ്ഗിനകത്ത് പച്ചമുട്ടയ്ക്കകത്ത് അവിഡിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. അത് പച്ചമുട്ട നമ്മൾ കുക്ക് ചെയ്യാതെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബയോട്ടിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബയോട്ടിൻ അവിഡിൻ കോംപ്ലക്സ് ഉണ്ടാവും. അപ്പം ബയോട്ടിൻ വിൽ ബി അൺഅവൈലബിൾ ടു ദ ബോഡി. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ എഗ്ഗ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിഡിൻ ഡീനേച്ചർഡ് ആയി, അല്ലെങ്കിൽ അവിഡിന്റെ ആ ഒരു കഴിവ് എന്താ പറയുന്നത് ബയോട്ടിനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് ഇല്ലാതായിപ്പോൾ. ആ ഡീനേച്ചറേഷൻ സംഭവിക്കുന്നതോടുകൂടി തന്നെ എന്ത് പറ്റും? ബയോട്ടിൻ വിൽ ബി ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ടു ദ ബോഡി. മറ്റൊന്നെന്ന് പറയുന്നത്
ഇപ്പൊ ടോക്സിക് സബ്സ്റ്റൻസസ് പല ദാൽ, കേസരി ദാൽ പോലത്തെ ഉള്ളതിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ബോയിൽ ചെയ്ത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ടോക്സിക് സബ്സ്റ്റൻസസ് ഇല്ലാതായി മാറും. അപ്പം കുറേ കൂടെ മനുഷ്യ ശരീരത്തിന് ഹെൽപ്ഫുൾ ആയി മാറുന്നു, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസിലേക്ക് നയിക്കും. ആന്റി ഓക്സിഡന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, തക്കാളി പച്ചക്ക് കഴിക്കുന്നതിനെക്കാട്ടിലും കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ തക്കാളിക്കകത്ത് അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഈ ലൈക്കോപ്പീൻ ശരീരത്തിൽ കുറേ കൂടെ ഈസിലി അബ്സോർബിൾ ആയി മാറും. സോ അപ്പൊ നമുക്ക് ഈ കുക്ക് ചെയ്തതോടുകൂടി തന്നെ ആന്റി ഓക്സിഡന്റ് വാല്യൂ ഓഫ് ഫുഡ് ഇൻക്രീസ്ഡ് കൺസംഷൻ ഓഫ് ഫുഡ്. നമ്മൾ കുക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ ഫുഡിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ ഒരു മനുഷ്യ ശരീരത്തിന്റെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി കൺസംഷൻ ഓഫ് ഫുഡ് ഓൾസോ വിൽ ബി ഗ്രാജുവലി ഇൻക്രീസ്ഡ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ റോൾ ഓഫ് ഹീറ്റ്. നമ്മൾ ഇത്രയും നേരം എന്താണ് കുക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കുക്കിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഹീറ്റ്. ഇപ്പൊ കുക്ക് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ഹീറ്റ് എന്ന് പറയുന്ന എനർജീനെയാണ് വേണ്ടത്. ഈ മൂവ്മെന്റ് ഓഫ് ഹീറ്റ് ഫ്രം വൺ സർഫസ് ടു അനദർ ഡിറ്റർമൈൻസ് ദ ക്വാളിറ്റി ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫുഡ്. ചൂട് അഥവാ ഹീറ്റ് എന്ന് പറയുന്ന എനർജി ഏത് ദിശയിലോട്ട് പോകുന്നത് അതിനനുസരിച്ച് ഫുഡിന്റെ ക്വാളിറ്റീനെയും പ്രസന്റേഷനെയും ബാധിക്കുന്നതാണ്. ബേസിക്കലി രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അത് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കോൾഡ്. തണുത്ത വസ്തുക്കളുടെ സ്ഥലത്തേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ സീക്ക് ടു റീച്ച് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് ഇൻ ടെമ്പറേച്ചർ. ഇങ്ങനെ മൂവ് ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ ഹീറ്റ് എത്തുന്ന വരെ, ഈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത വരെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റ് ആൻഡ് കുക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ നടക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ്? നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭക്ഷണത്തിലൂടെ മെയിൻലി 3 രീതിയിലാണ് ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വൺ ഇസ് conduction, the other one is convection, and the third one is radiation. ഇത് എല്ലാവർക്കും തന്നെ പല തവണ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഫിസിക്സിലും പഠിച്ചിട്ടുള്ളതാണ്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ എ സോളിഡ് ഒബ്ജക്റ്റ് ബൈ കോണ്ടാക്ട്. അപ്പം നമ്മൾ ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്, ഫോർ എക്സാമ്പിൾ മെറ്റൽ, പാത്രങ്ങൾ, അപ്പൊ അതൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ, ഹീറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് പിടിക്കുമ്പോൾ അവിടെ ആ പാത്രം എന്തുകൊണ്ട് നമ്മൾ തീ കത്തിച്ച് അടുപ്പത്ത് പാത്രം വെക്കുമ്പോൾ എന്തുകൊണ്ട് പാത്രം മൊത്തം ചൂടാവുന്നു വെച്ചിട്ട് ഇറ്റ് ബിക്കോസ് ഓഫ് കണ്ടക്ഷൻ. കൺവെക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ആ മൊത്തത്തിലുള്ള വെള്ളം എങ്ങനെ ചൂടാവുന്നു വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഒക്കേഴ്സ് ത്രൂ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻ ഫോംസ് ഓഫ്, here the heat transmission is in the forms of electromagnetic waves. This example microwave ന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ് മനസ്സിലാവും. വൺ ഇസ് എനർജി ഈസ് ട്രാൻസ്ഫർഡ് ബൈ ഡയറക്റ്റ് കോണ്ടാക്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണെങ്കിൽ കണ്ടക്ഷൻ, ഡയറക്റ്റിന്റെ ഡി അത് ഓർത്താൽ മതി, കണ്ടക്ഷൻ. ഇവിടെ കൺവെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോഴത്തേക്ക് തിളച്ച അടിയിലത്തെ ഭാഗം അല്ലെങ്കിൽ ലോവർ പോർഷൻ ആണ് ആദ്യം ഹീറ്റഡ് അപ്പ് ആവുന്നത്. ഗ്രാജുവലി ആണ് മുകളിലോട്ട് ഈ വാം എയർ അല്ലെങ്കിൽ വാം വാട്ടറിന്റെ ട്രാൻസ്മിഷൻ, വാം എനർജിയുടെ ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അടുപ്പത്തടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബൈ റേഡിയേഷൻ, അല്ലെങ്കിൽ മൈക്രോവേവും ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് റേഡിയേഷൻ. So these are the principles of cooking. Next we are moving on to the methods of cooking. ഈ മെത്തേഡ്സ് ഓഫ് കുക്കിങ്ങും പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിങ്ങും രണ്ടാണ്, അത് കൺഫ്യൂഷൻ വരരുത്. പ്രിൻസിപ്പിൾസ് ഓഫ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഹീറ്റ് എനർജി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ്. മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. മെയിൻലി നമ്മൾ പറയുന്നത് മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്, ഡ്രൈ ഹീറ്റ് മെത്തേഡ്, കോമ്പിനേഷൻ മെത്തേഡ്. ഇത് കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്, സ്പെഷ്യൽ മെത്തേഡ്സ്. അപ്പൊ മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്സിന്റെ കീഴിൽ വരുന്നതാണ് ബോയിലിംഗ്, സ്റ്റ്യൂവിംഗ്, സ്റ്റീമിംഗ്, പ്രഷർ കുക്കിംഗ്, പോച്ചിങ്, ബ്ലാഞ്ചിങ്. ഡ്രൈ ഹീറ്റ് മെത്തേഡ്സിന്റെ കീഴിൽ വരുന്നതാണ് റോസ്റ്റിംഗ്,
ഗ്രില്ലിംഗ്, ടോസ്റ്റിംഗ്, ബേക്കിംഗ്, സോട്ടിംഗ്, ഫ്രൈ. കോമ്പിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നിൽ മോയ്സ്റ്റ് ഹീറ്റും അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റും ഇതിലെ ഏതെങ്കിലും മെത്തേഡ്സും കൂടെ കൂട്ടിച്ചേർന്ന് ഉണ്ടാകുന്ന മെത്തേഡ്സിനെ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കുക്കിങ്ങിനെയാണ് നമ്മൾ കോമ്പിനേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും തോന്നണ്ട, നമുക്കിത് ഓരോന്നെടുത്ത് പറയുമ്പോൾ നമുക്കിത് കൂടുതൽ ക്ലിയർ ആയി വരും. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ബോയിലിംഗ്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വെള്ളമൊക്കെ എല്ലാവരും തിളപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഇസ് ഹീറ്റഡ് ടു 100 ഡിഗ്രി 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്തും. എന്നിട്ട് ഇതിനേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുക്ക് ചെയ്യേണ്ട ഫുഡ് ഇടുന്നത്. ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അരി വെക്കുന്നത്, ഇവിടെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇടുന്നു, അതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് 100 ഡിഗ്രി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. കുറെ കഴിയുമ്പോഴത്തേക്ക് ഫുഡ് കുക്കായി കിട്ടുന്നു, അരി ചോറായി നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് ബോയിലിംഗ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ലോസ് ഓഫ് വൈറ്റമിൻസ് അല്ലെങ്കിൽ വാട്ടർ സോലബിൾ ന്യൂട്രിയൻസ്, വൈറ്റമിൻസും മിനറൽസും അവിടെ ധാരാളമായിട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ ഏറെ വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പാത്രം മൂടി വെച്ചിട്ടില്ലെങ്കിൽ അഗൈൻ വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ ഇസ് ദർ. സോ ദീസ് ആർ ദ അപ്പം ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ മെത്തേഡാണ്. സ്പെഷ്യൽ സ്കിൽസോ സ്പെഷ്യൽ എക്യുപ്മെന്റ്സോ ഒന്നും തന്നെ ആവശ്യമില്ല. യൂണിഫോം ആയിട്ട് മൊത്തത്തിൽ ആ ഹീറ്റ് ആ ഹോൾ ഫുഡിലേക്ക് എത്തുന്ന രീതിയിൽ യൂണിഫോം കുക്കിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ലെവൽ അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, എസ്പെഷ്യലി വൈറ്റമിൻ ബി ആൻഡ് സി, അതൊക്കെ നമുക്ക് ഈ എക്സസീവ് ആയിട്ട് ബോയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നഷ്ടപ്പെടും. അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ്, കുറെ നേരം എടുക്കും. കുറേ വെള്ളം വെക്കുന്നതിന് ഇപ്പൊ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കുന്ന വാട്ടറിന്റെ ക്വാണ്ടിറ്റിയും കൂടുതലാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത്രയും വെള്ളം തിളച്ച് വരാനുള്ള സമയവും കൂടുതലാണ്. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതോടുകൂടി തന്നെ എക്സസീവ് ബോയിൽ ചെയ്യുന്നതോടുകൂടി തന്നെ ഫുഡിന്റെ സ്ട്രക്ചറും ടെക്സ്ചറും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. ദെൻ അഗൈൻ ലോസ് ഓഫ് കളർ അല്ലെങ്കിൽ വാട്ടർ സോലബിൾ ആയിട്ടുള്ള പിഗ്മെന്റ്സ്. ഇപ്പൊ നമ്മുടെ ഫുഡ് പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് അല്ലെ, ബീറ്റ കരോട്ടിൻ, ബീറ്റെയിൻ, അപ്പം ബീട്രൂട്ടിനകത്തൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ഒത്തിരി നേരം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറയുക, അതിന്റെ കളറൊക്കെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആ വാട്ടർ സോലബിൾ പിഗ്മെന്റ്സ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് മോയ്സ്റ്റ് ഹീറ്റിലെ തന്നെ സെക്കൻഡ് വൺ ആണ് സ്റ്റ്യൂവിങ്. ഇവിടെ സ്റ്റ്യൂവിങ് എന്ന് പറയുന്നത്, ഇവിടെ വെള്ളത്തിന് പകരം ആ ഗ്രേവിയിലാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്. 100 ഡിഗ്രിനെക്കാട്ടിലും താഴെ, ടു ബി സ്പെസിഫിക് 82 ഡിഗ്രി സെൽഷ്യസ് ടു 90 ഡിഗ്രി സെൽഷ്യസിലാണ് ഷിമ്മറിംഗ് ടെമ്പറേച്ചർ. അതിൽ ഫുഡ് ആ ലിക്വിഡിൽ തന്നെ കുക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഇസ് അവോയ്ഡഡ്. അത്രയും ന്യൂട്രിയൻസ് നമ്മൾ ബോയിലിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടാറില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വെള്ളത്തിൽ തന്നെയാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതും ആ വെള്ളം നമ്മളത് കളയാറില്ല, നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. സോ ദാറ്റ് ഇസ് ആൻ മെറിറ്റ് ഓഫ് സ്റ്റ്യൂവിങ്. ആൻഡ് ഫ്ലേവർ ഇസ് ഓൾസോ റീറ്റെയിൻഡ്. അഗൈൻ ഡീമെറിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്, കാരണം ലോ ഹീറ്റിലാണ് നമ്മൾ ഫുഡിനെ കുക്ക് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് ഓഫ് കോഴ്സ് വേസ്റ്റേജ് ഓഫ് ഫ്യൂവൽ. നെക്സ്റ്റ് മെത്തേഡ് അണ്ടർ മോയ്സ്റ്റ് ഹീറ്റ് ഇസ് സ്റ്റീമിങ്. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇഡലി, അതേപോലെ തന്നെ ഇടിയപ്പം, ഇതൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന അതേ പ്രോസസ്സ്, അവിടെ മോയ്സ്റ്റ് ഹീറ്റ് ആണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് വാട്ടർ, നല്ല ബോയിലിംഗ് വാട്ടറിന് മുകളിൽ ഒരു പാൻ അല്ലെങ്കിൽ ഒരു പെർഫറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓട്ടയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഫുഡ് വെക്കുന്നത്. അപ്പം ആ തണുത്ത നീരാവി അല്ലെങ്കിൽ എന്താ പറയുന്ന നനഞ്ഞ വെറ്റായിട്ടുള്ള സ്റ്റീമാണ് ഈ ഫുഡിലേക്ക് കയറി ഫുഡിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്, ലെസ് ചാൻസസ് ഓഫ് ബേണിംഗ് ഓർ സ്ക്രോച്ചിങ് എന്ന് പറയുന്നത്, കരിയാനോ പുകയാനോ അല്ലെങ്കിൽ പുകഞ്ഞു പോകാനുള്ള കരിഞ്ഞ ഭക്ഷണത്തിലേക്ക് അതിലേക്കൊന്നും നയിക്കത്തില്ല. ഇവിടെ യൂണിഫോം ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ടെക്സ്ചർ എന്ന് പറയുന്നത്, ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിരിക്കും. എസ്പെഷ്യലി നമുക്ക് കുഞ്ഞു കുട്ടികൾക്കും അതേപോലെ തന്നെ
മുതിർന്ന ആൾക്കാരും വയസ്സായ ആൾക്കാരും അതേപോലെ മറ്റ് തെറാപ്യൂട്ടിക് ഡയറ്റ്, ഫോർ എക്സാമ്പിൾ തെറാപ്യൂട്ടിക് ഡയറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രോഗാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റിനൊക്കെ നമുക്ക് ആവി വേവിച്ച ഭക്ഷണമായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് സ്റ്റീം ചെയ്ത ഫുഡ്. ഇവിടെ ന്യൂട്രിയൻ ലോസും മിനിമം ആണ്. ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റീമിങ് എക്യുപ്മെന്റ്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പെർഫറേറ്റഡ് ആയിട്ടുള്ള ട്രേ ഉള്ള എക്യുപ്മെന്റ്സ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഫുഡിന്റെ സെലക്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫുഡൊന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതാണ് മോയിസ്റ്റ് ഹീറ്റിലെ മറ്റു മെത്തേഡാണ് പ്രഷർ കുക്കിംഗ്. ഇവിടെ എന്ന് പറയുന്നത് സ്റ്റീം അണ്ടർ പ്രഷർ. അപ്പൊ സ്റ്റീമിനെ പ്രഷറിൽ നിർത്തിക്കൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ കുക്കിംഗ്. ആൻഡ് ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഇസ് പ്രഷർ കുക്കർ. ആൻഡ് ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അബവ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന്. അതേപോലെ തന്നെ പലതരത്തിലുള്ള റൈസ്, ദാൽ, മീറ്റ്, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് ഇതൊക്കെ നമുക്ക് പ്രഷർ കുക്കിങ്ങിലൂടെ ചെയ്യാവുന്നതാണ്. ഇപ്പം മെറിറ്റ്സ് എന്ന് പറയുന്നത് അത്രയും പ്രഷറിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുക്കിംഗ് ടൈം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറവാണ്. ന്യൂട്രിയന്റ് ആൻഡ് ഫ്ലേവർ ലോസ് മിനിമൈസ്ഡ് ആണ്. ഫ്യൂവൽ കൺസംഷനും അതേപോലെ തന്നെ ടൈം കൺസംഷനും എല്ലാ മെറ്റീരിയൽ ഇപ്പൊ എല്ലാ ഫുഡ് ഐറ്റംസിനും ഒരുപോലെ അല്ലെങ്കിലും താരതമ്യേന ഏറെക്കുറെ സെയിം ആണ്. അതേപോലെ തന്നെ കരിയാനും പുകയാനുള്ള ചാൻസസും കുറവാണ്. പക്ഷെ ഇതിന്റെ ഇപ്പം ബാക്കിയുള്ള ഇപ്പൊ സ്റ്റ്യൂയിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ നിൽക്കണം. ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, പാത്രം അല്ലെങ്കിൽ ഭക്ഷണം അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് അറ്റൻഷൻ ഒന്നും ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഈസ് ദ മെറിറ്റ് ഓഫ് പ്രഷർ കുക്കിംഗ്. ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രഷർ കുക്കർ വാങ്ങാൻ ഇപ്പം ലോവർ സ്റ്റാറ്റ, ലോവർ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊന്നും എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പ്രോപ്പർ യൂസേജും കെയറും മെയിൻ്റെനൻസും ആവശ്യമാണ് ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ കുക്കിംഗ് ടൈം ഇത്രയും സമയത്ത് അല്ലെങ്കിൽ ഇത്രയും വിസിലിനുള്ളിൽ ഫുഡ് കുക്ക് ആകുമെന്നുള്ള ഒരു ഏകദേശം ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഓവർ കുക്ക്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ ഡീമെറിറ്റ്സ്. ദെൻ കമ്മിങ് ടു എ ന്യൂ ടേം, പോച്ചിങ്. ഇവിടെ സാധാരണ നമ്മുടെ നാടുകളിൽ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊന്നും അങ്ങനെ കണ്ടുവരുന്ന ഒരു ഭക്ഷണ രീതി അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഓഫ് കുക്കിംഗ് അല്ല പോച്ചിങ്. ഇവിടെ എന്ന് പറയുന്നത് വെള്ളത്തിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. യൂഷ്വലി വെസ്റ്റേൺ കൺട്രീസിലാണ് ഇത് കണ്ടുവരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പോച്ച്ഡ് എഗ്ഗും പോച്ച്ഡ് ഫിഷും ആണ്. ഇവിടെ വെള്ളത്തിനെ ബോയിൽ ചെയ്യിപ്പിക്കത്തില്ല, ജസ്റ്റ് സിമ്മറിങ്, ദാറ്റ് ഈസ് അറൌണ്ട് 80 to 80 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ബോയിലിംഗ് പോയിന്റിൽ നിർത്തിക്കൊണ്ട് തന്നെ. എന്നിട്ട് ഇപ്പം റോ എഗ് ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക്, തിളയ്ക്കുന്ന വെള്ളത്തിലേക്കാണ് മുട്ട പൊട്ടിച്ചിടുകയാണ്. അപ്പൊ പിക്ചേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇങ്ങനെ ഇരിക്കും ഏകദേശം കുക്ക് ചെയ്ത സാധനം. സോ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല, ക്വിക്ക് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈസിലി ഡൈജസ്റ്റബിൾ, കാരണം ഫാറ്റ്ലെസ് കുക്കിംഗ്, എണ്ണ തീരെ ആഡ് ചെയ്യാത്ത ഒരു കുക്കിംഗ് മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പോച്ചിങ് പറയാം. അതേപോലെ തന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇതിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇത് വളരെ ബ്ലാൻഡ് ആണ്, യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല, യാതൊരു ഫ്ലേവറും ഇല്ല. പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൽ ആ കുക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ വാട്ടർ സോലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് വെള്ളത്തിലേക്ക് ലീച്ച് ചെയ്ത് പോയിട്ട് അതിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. അടുത്തതാണ് ബ്ലാഞ്ചിങ്. ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത് another technique which employs moist heat of cooking. ഇവിടെ ഇപ്പം ചില സമയത്ത് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം തൊലി മാത്രം പീൽ ഓഫ് ചെയ്ത് കിട്ടിയാൽ മതി, ചെത്തിക്കളയുന്നതല്ല, അല്ലാതെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ സോസസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ഫോർ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടൊമാറ്റോ ആസിഡ്സ് നമുക്ക് കിട്ടണമെങ്കിൽ തോല് മാത്രം നൈസായിട്ടൊന്ന് പൊളിഞ്ഞു പോയി ആ ഒരു മെത്തേഡിനെയാണ്, അതിനുവേണ്ടി നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന മെത്തേഡാണ് ബ്ലാഞ്ചിങ്. ഇവിടെ ഫുഡിനെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റത്തിനെ 5 seconds to 2 minutes ബോയിലിംഗ് വാട്ടറിലാണ് ഡിപ്പ് ചെയ്യുന്നത്.
ഡിപ്പെൻഡിങ് ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഫുഡിന്റെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും. ഇവിടെ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റം സോഫ്റ്റ് ആകത്തില്ല, പക്ഷെ തോല് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അപ്പം ഒന്നിയിൽ അങ്ങനെ ചെയ്യാം. ബ്ലാഞ്ചിങ് 2 തരത്തിൽ ചെയ്യാം. ഒന്നീ ഫുഡിനെ എടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിൽ 5 സെക്കൻഡ് മുതൽ 2 മിനിറ്റ് വരെ മുക്കി വെക്കുക. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് തിളയ്ക്കുന്ന വെള്ളം ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഒഴിക്കുക ഫോർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, 5 seconds to 2 minutes. എന്നിട്ട് ഈ വസ്തുവിനെ എടുത്ത് കോൾഡ് വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ പീല് അല്ലെങ്കിൽ സ്കിന്ന് ഈസിലി പൊളിഞ്ഞു വരും. ഇങ്ങനെയായിരിക്കും. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് തോല് പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് റിമൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്പോയിലേജിന് കാരണമായിട്ടുള്ള എൻസൈംസ് ഫുഡിനകത്ത് തന്നെ പ്രസന്റ് ആണ്, അതിനെ ഡീനേച്ചർ ചെയ്യാൻ പറ്റും. അതേപോലെ ടെക്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ കളറും അതേപോലെ തന്നെ ഫ്ലേവറും ഭക്ഷണത്തിന്റെ കൂട്ടാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബ്ലാഞ്ചിങ്. ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ട് എപ്പോഴാണ് ആ കുക്ക് ചെയ്ത വെള്ളം നമ്മൾ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഇസ് ദ ഡീമെറിറ്റ്സ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മോയ്സ്റ്റ് ഹീറ്റ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ്. ഇനി നമ്മൾ പോകുന്നതാണ് ഡ്രൈ ഹീറ്റ് മെത്തേഡ്സ്. ഡ്രൈ ഹീറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്ന ആദ്യം എന്ന് പറയുന്നത് റോസ്റ്റിംഗ്. ഇവിടെ എന്താ പറയുന്നത് ആവിയോ അല്ലെങ്കിൽ വാട്ടറോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് പാനിലേക്ക് പോകുന്ന മെത്തേഡാണ്. അപ്പം ഫസ്റ്റ് വൺ ഇസ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എല്ലാവരും ചെയ്ത് മസാല ഒക്കെ നമ്മൾ പൊടിക്കാൻ നേരത്തെ എന്ത് ചെയ്യും, പൊടിക്കുന്നതിന് മുന്നേ എല്ലാ മസാലയും കൂടെ ഒന്നും ഒരു ചീനച്ചട്ടിയിലോ ഒരു തവയിലോ ഇട്ടൊന്ന് ചൂടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവയൊന്ന് വറുത്തെടുക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്റ്റിംഗ്. ക്വിക്ക് മെത്തേഡാണ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ എന്താണ് അതിന്റെ ഗുണങ്ങള്? ഒന്ന്, നമ്മൾ അതിന്റെ അപ്പിയറൻസ്, ഫ്ലേവർ, ടെക്സ്ചർ ഒക്കെ കുറേയും കൂടെ മെച്ചമാവും. അതേപോലെ തന്നെ സ്പൈസസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ അതിനുശേഷം പൊടിക്കുമ്പോൾ അത് ഈസിലി പൗഡേർഡ് ആയി വരും അല്ലേ. പിന്നെ ഡീമെറിറ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ് പ്രോട്ടീന്റെ ഡീനേച്ചറേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടുകൂടി തന്നെ പ്രോട്ടീൻ ഡീനേച്ചർ ആയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ അവൈലബിലിറ്റി, മനുഷ്യ ശരീരത്തിന്റെ അവൈലബിലിറ്റി, ശരീരത്തിൽ കിട്ടുന്നതിന്റെ അതിന്റെ അളവില് വ്യത്യാസങ്ങൾ വരും. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിയാനും സാധ്യതയുണ്ട്. അടുത്ത ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ് ഗ്രില്ലിംഗ്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഗ്രില്ലിംഗ്. ഗ്രില്ലിംഗ് ഓർ ബ്രോയിലിംഗ് എന്ന് പറയും. ഇവിടെ ഫുഡിനെ നമ്മൾ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഹീറ്റ്, ഇവിടെ 2 ഹോട്ട് സർഫസിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഹോട്ട് സർഫസിന്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡിൽ കുക്ക് ചെയ്യുന്നത്. ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുഡിനെ ഡയറക്ട്ലി ഹീറ്റ് കൊടുക്കുകയല്ല, ആ ഹീറ്റിന്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഗ്രിൽഡ് ചിക്കൻ എന്നൊക്കെ നമ്മൾ അറിയാമല്ലോ അല്ലെ. അപ്പൊ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഫുഡിന്റെ ഫ്ലേവർ, അപ്പിയറൻസ്, ടേസ്റ്റ് ഇതൊക്കെ കൂടും. കുറഞ്ഞ സമയം മതി, ഫാറ്റ് മിനിമം മതി, അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽ കുറഞ്ഞ അളവിൽ മതി. പിന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഫുഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് തിരിച്ചും മറിച്ചു വിട്ടില്ലെങ്കിൽ അവിടെ കരിയാനുള്ള സാധ്യത ഉണ്ട്. ദിസ് ഇസ് നോൺ ആസ് ഗ്രില്ലിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ടോസ്റ്റിംഗ്. ടോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഹീറ്റഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ഹീറ്റഡ് മെറ്റൽ പ്ലേറ്റിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഫുഡിനെ കുക്ക് ചെയ്യുന്ന മെത്തേഡിനെയാണ് പറയുന്നത് ടോസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ടോസ്റ്റ്. ഇപ്പം ബ്രെഡിനെ ടോസ്റ്റ് ചെയ്യുന്ന ടോസ്റ്റർ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ മെറ്റൽ പ്ലേറ്റ്സ് ഹീറ്റഡ് അപ്പ് ആവും. ആ മെറ്റൽ പ്ലേറ്റ്സിലെ ഹീറ്റ് ഏതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ആ ബ്രെഡിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ബ്രെഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ഈസി ആൻഡ് ക്വിക്ക് മെത്തേഡാണ്. ഫ്ലേവർ ഇംപ്രൂവ്ഡ്, കുറച്ചുകൂടെ ഫ്ലേവർ, അതിന് ഒരു പ്രത്യേക സ്മെല്ലും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. പിന്നെ അതേപോലെ തന്നെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. കെയർഫുൾ മോണിറ്ററിങ്, കൃത്യസമയം കുക്കിംഗ് ടൈം ഈ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ ദിസ് ഇസ് ദ മെത്തേഡ് നോൺ ആസ് ടോസ്റ്റിംഗ്.
നെക്സ്റ്റ് മെത്തേഡാണ് ഡ്രൈ ഹീറ്റിന്റെ തന്നെ നെക്സ്റ്റ് മെത്തേഡാണ് ബേക്കിംഗ്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് സ്പെഷ്യൽ അപ്ലയൻസ് ഏതാ? ഓവനാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ടു 260 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ ഫുഡിനെ ഒരു തുറന്ന പാത്രത്തിൽ, ഗ്രീസ് പുരട്ടിയ ഒരു തുറന്ന പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് കുക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെ ഫുഡാന്ന് വെച്ചാൽ ബ്രെഡ്, കേക്ക്, ബിസ്ക്കറ്റ്സ്, പേസ്ട്രി, മീറ്റ്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു മെത്തേഡ് വഴി കുക്ക് ചെയ്യുന്നത്. ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ല, ബേക്ക് ചെയ്ത ഫുഡിന് ഒരു പ്രത്യേക സ്മെല്ലാണ് അല്ലേ? കുറച്ചുകൂടെ ഫ്ലഫിയോ, ലൈറ്റ് ആൻഡ് ഫ്ലഫി. എക്സാമ്പിൾ കേക്കും ബ്രെഡും ഒക്കെ അല്ലെ? ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ മാവിന് ഇത്തിരി കട്ടി ഉണ്ടെങ്കിലും പക്ഷെ അത് കുക്കായി വരുമ്പോഴത്തേക്ക് ലൈറ്റ് ആണ്, എയറിയാണ്, ഫ്ലഫിയാണ്. പിന്നെ എന്താ പറയുക, ചില ഫുഡ് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ്സ് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബൾക്കായിട്ടുള്ള കുക്കിങ്ങും നടക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബണ്ണും ബ്രെഡും ഒന്നല്ലാതെ നമുക്ക് കുറെ എണ്ണം വേണമെങ്കിൽ ഒരുമിച്ച് ഉണ്ടാക്കാം. അത് തന്നെ ഈ എല്ലാ ബ്രെഡും ബണ്ണും വെച്ചതോളം യൂണിഫോം ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഫ്ലേവറും ടെക്സ്ചറും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഡിഷസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിഷസ് എന്ന് പറയുന്നത് യൂഷ്വലി ബേക്കറി ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ കേക്ക്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, അതിലേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. പിന്നെ ബേക്കിംഗ് സ്കിൽ അത്യാവശ്യമായിട്ട് എന്താ പറയുന്നത്, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്തൊക്കെ ആഡ് ചെയ്യണം, ഈ കൃത്യമായിട്ടുള്ള ആ ഒരു ഫ്ലഫിനെസ് വരണമെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി ശരിയാവണം, അതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ശരിയാവണം. ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഒരു ഉദ്ദേശിച്ച ബേക്ക്ഡ് ഐറ്റം നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ കെയർഫുൾ മോണിറ്ററിങ് ആവശ്യമുള്ളൊരു മെത്തേഡാണ്. നെക്സ്റ്റ് മെത്തേഡ് ഫ്രൈയിങ്. ഫ്രൈയിങ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്താ, എണ്ണയുണ്ട്, ഹോട്ട് ഫാറ്റ് അല്ലെങ്കിൽ ഓയിലുണ്ട്. ഫ്രൈയിങ് തന്നെ 3 രീതികളിൽ ചെയ്യാം. ഒന്ന് സോട്ടിങ്, the other one is shallow frying, third one is deep frying അല്ലെങ്കിൽ ഡീപ് ഫാറ്റ് ഫ്രൈ. സോട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പൊ അത് ജസ്റ്റ് പച്ചക്കറിയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് ഇതാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ സോട്ടിങ് എന്ന് പറയുന്നത്. ഷാലോ ഫ്രൈങ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബർഗർ പാറ്റീസ് അങ്ങനത്തേനൊക്കെയാണ് നമ്മൾ സാധാരണ കട്ട്ലറ്റുകളൊക്കെ നമുക്ക് മുക്കി പൊരിക്കണ്ട, ഫുഡിനെ ജസ്റ്റ് ഓയിലുമായിട്ട് കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കുന്നതിനെയാണ് നമ്മൾ ഷാലോ ഫ്രൈങ് എന്ന് പറയുന്നത്. ഡീപ്പ് ഫ്രൈങ് എന്ന് പറഞ്ഞാൽ ആ ഭക്ഷണ വസ്തു എണ്ണയിൽ മുങ്ങി തന്നെ, that means it is completely immersed in the oil. അതിനെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സോട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് എണ്ണ മതി. ജസ്റ്റ് ആ പാൻ അല്ലെങ്കിൽ അത് നമ്മുടെ തവയാണോ കടായാണോ ഏതാണേലും അതിലേക്കൊന്ന് ജസ്റ്റ് ഒരു കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറഞ്ഞ എണ്ണ മതി. ആ ഫുഡിനെ അതിൻ്റെ തന്നെ സ്റ്റീമിലും അതേപോലെ തന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് സോട്ടിങ്. കുറച്ചുകൂടെ ടെൻഡർ ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സോട്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാടൻ മെഴുക്കുവരട്ടികളൊക്കെ സോട്ടിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മെറിറ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മതി, സിമ്പിൾ ടെക്നിക്കാണ്, മിനിമം ഓയിൽ, കുറഞ്ഞ എണ്ണ മതി. പിന്നെ വരുന്നതാണ് ഡീമെറിറ്റ്സ്. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും, കരിയാനും പുകയാനും സാധ്യതയുണ്ട്, പുകഞ്ഞു പോകാനാണ് സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് ഷാലോ ഫ്രൈ. ഷാലോ ഫ്രൈങ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറഞ്ഞ എണ്ണ നമ്മൾ യൂസ് ചെയ്ത് ഫുഡിനെ ഇടയ്ക്കിടയ്ക്ക് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിനാ, യൂണിഫോം ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ ഷാലോ ഫ്രൈങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡീപ്പ് ഫ്രൈ. ഡീപ്പ് ഫ്രൈങ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫുഡ് ഇസ് ടോട്ടലി ഇമേഴ്സ്ഡ് ഇൻ ദ ഓയിൽ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചിപ്സ്, സമൂസാസ്, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന എണ്ണയ്ക്കകത്ത് മുക്കി പൊരിക്കുക. അപ്പം അങ്ങനെയുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ ഡീപ്പ് ഫ്രൈയിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്.
അപ്പം വെരി ക്വിക്ക് മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഇതിനകത്ത് പക്ഷേ കലോറിഫിക് വാല്യൂ ഓഫ് ഫുഡ് ഇസ് ഇൻക്രീസ്ഡ്. കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പുതിയ ടേം ആയിരിക്കും. നമ്മുടെ എനർജി, ഫുഡിന്റെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാലറിയാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് തരുന്നത് 4 കിലോ കാലറീസാണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്. 1 ഗ്രാം പ്രോട്ടീൻ തരുന്നത് 4 കിലോ കാലറീസാണ്. അതേസമയം തന്നെ 1 ഗ്രാം എണ്ണ തരുന്നത്, അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ് തരുന്നത് 9 കിലോ കാലറീസാണ്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനധികം കാലറി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താ? കലോറിഫിക് വാല്യൂ ഓഫ് ഓയിൽ ഈസ് ഗ്രേറ്റർ. അപ്പം അതേപോലെ തന്നെ ഡീപ് ഫ്രൈങ് മെത്തേഡിൽ ഇപ്പം ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഭയങ്കര ഒരു ഫ്ലേവറാണ്. നമുക്ക് ആ ഫുഡിനോട് ഭയങ്കര ഒരു അട്രാക്റ്റീവ്നെസ്സും അതിന്റെ അപ്പിയറൻസും ഹൈലി എൻഹാൻസ് ചെയ്യും അല്ലേ? അതോടുകൂടി തന്നെ ടേസ്റ്റ്, ടെക്സ്ചറും, പൊരിച്ച കോഴിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഫ്രൈയിങ് അതിനൊരു ഫ്ലേവറും അട്രാക്റ്റീവ്നെസ്സും തരും. ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മോണിറ്ററിങ് വേണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് പെട്ടെന്ന് കരിയാനും അല്ലെങ്കിൽ കട്ടിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഫുഡ് കുറെ കഴിയുമ്പോഴത്തേക്ക് എണ്ണ കുടിച്ചു പോകുന്നൊക്കെ പറയത്തില്ല, അതിനെയാണ് ദാറ്റ് ഇസ് നോൺ ആസ് സോഗിനെസ്. കുറെ എണ്ണ അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബാറ്റർ അല്ലെങ്കിൽ മാവ് ഉണ്ടാക്കുമ്പോൾ, മുക്കി പൊരിക്കുന്ന വസ്തുക്കൾക്ക് മാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം അതിനകത്ത് കൂടുതലാണെങ്കിൽ ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ എണ്ണ ആ വാട്ടറിന്റെ സ്പേസസിലേക്ക് പോകും. അതുകൊണ്ടാണ് അങ്ങനെ സോഗി ആയിട്ട് അല്ലെങ്കിൽ എണ്ണ കുടിച്ച ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ എണ്ണ നമ്മൾ ചൂടാക്കാനോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഹാനികരമായിട്ടുള്ള എഫക്ട്സ് ആണുള്ളത്, ഇല്ല എഫക്ട്സ് ആണ്. അതേപോലെ തന്നെ ഫ്രൈഡ് ഫുഡ് ഈസിലി ഡൈജസ്റ്റബിൾ അല്ല. ഒത്തിരി കരിച്ചതും അതേപോലെ തന്നെ ഒത്തിരി പൊരിച്ച വസ്തുക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലേറ്റർ ഓൺ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ലീഡ് ടു മെനി ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്ന കോമ്പിനേഷൻ മെത്തേഡാണ്. മാഡം, എനിക്ക് അറിയേണ്ടത് സ്റ്റീവിങ്ങും പോച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്റ്റീമിങ്ങും പോച്ചിങ്ങും. സ്റ്റൂവിങ്ങും പോച്ചിങ്ങും. ഓക്കെ, സ്റ്റൂവിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലിക്വിഡ് നമ്മൾ ലേറ്റർ ഓൺ കറി ആയിട്ട് അല്ലെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷെ പോച്ചിങ്ങില് ജസ്റ്റ് ഫോർ കുക്കിംഗ് പർപ്പസ് പ്ലെയിൻ ആയിട്ടുള്ള അൺസീസൺഡ് വാട്ടർ ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ലേറ്റർ ഓൺ അത് ഡിസ്കാർഡ് ചെയ്യുക ചെയ്യുന്നത്. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മുട്ടയാണെങ്കിൽ ആ വെള്ളത്തിനകത്തിട്ട് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് അത് ആ മുട്ട കുക്കായതിനു ശേഷം നമ്മൾ ആ മുട്ട മാത്രം എടുക്കാൻ വെള്ളം എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. സ്റ്റൂയിങ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂസ് ഒക്കെ ഇല്ലേ, ആ ഗ്രേവിയിൽ തന്നെ ഇരുന്ന് ഫുഡ് കുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സ്റ്റൂയിങ് എന്ന് പറയുന്നത്. ഡീമെറിറ്റ്സ് ഓഫ് ബ്ലാഞ്ചിങ്ങിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെയും ന്യൂട്രിയന്റ്. ഇപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ്. അധികവും ഈ വൈറ്റമിൻസും മിനറൽസും 2 തരത്തിലുണ്ട്. നിങ്ങൾ വൈറ്റമിൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളപ്പോൾ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസും ഫാറ്റ് സോല്യുബിൾ വൈറ്റമിൻസും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിനകത്തെ വാട്ടർ സോല്യുബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ളത് ഈ നമ്മൾ അമിതമായിട്ട് വാട്ടറിൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബ്ലാഞ്ചിങ്ങിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഈ വെള്ളം, നമ്മൾ ഈ ബ്ലാഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ ഗ്രേവി പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ കളയുവാണെങ്കിൽ ഇതിനകത്ത് ലയിച്ചു പോയിട്ടുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. സോ ദാറ്റ് ഇസ് ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഇസ് ദ ഡീമെറിറ്റ്. ക്ലിയർ ആയോ മാം? ഒരു ഡൗട്ട് കൂടെ, ഈ ബ്ലാഞ്ചിങ് എന്ന് പറഞ്ഞ ടെക്നിക്കലി ടൊമാറ്റോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കൂടെ എക്സാമ്പിൾ പറഞ്ഞിരുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആയി. യൂഷ്വലി നമ്മൾ ടൊമാറ്റോ ആണ് എടുക്കാറുള്ളത് സോസസ് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അല്ലാതെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാറില്ലാത്ത അസ്പറാഗസ് എന്നൊക്കെ പറയും. നമ്മുടെ നാടുകളിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല അസ്പറാഗസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പോ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ പിക്ചർ, അസ്പറാഗസിന്റെ പിക്ചർ അതിലേക്ക് അയച്ചു തരാം. പൊട്ടറ്റോ യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോ ഈ മെത്തേഡിൽ തോല് പൊളിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ?
പൊട്ടറ്റോ അതല്ല, പൊട്ടറ്റോടെ നമ്മൾ പുഴുങ്ങി എടുക്കുകയല്ലേ ശരിക്കും പറഞ്ഞാൽ അത് പ്രൊലോങ്ഡ് മെത്തേഡ്സ് ആണ്. ബ്ലാൻസിങ് എന്ന് പറയുന്ന ടൈം സെക്കൻഡ്സ് എന്ന് പറയുന്നത് എത്രയാ, 5 seconds to 2 minutes, അത്രയും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് അതിനെ ചൂടുവെള്ളത്തിൽ മുക്കി എടുക്കുന്നതന്നെയാണ് നമ്മൾ ബ്ലാൻസിങ്. പിന്നെ അല്ലാതെ നമുക്ക് ഈ തോല് പൊളിച്ച് കിട്ടാൻ വയ്യാത്ത ഈ ഗ്രീൻ പീസ് അല്ലേ, ഒരു ടൈപ്പ് ഗ്രീൻ പീസ് ഉണ്ട്, അതിന്റെ തോല്, അതിന്റെ പുറം തോലൊന്നും നമുക്ക് പൊളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ളതിനും നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. മാഡം അതുപോലെ ഗ്രേപ്സ് അതിന്റെ തൊലി പൊളിച്ചിട്ട് അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, അത് ഇതിൽ പെടും ബ്ലാഞ്ചിങ്ങില്? അല്ല, അത് നമ്മൾ പുഴുങ്ങിയിട്ടല്ലേ എടുക്കുന്നത്, പുഴുങ്ങിയിട്ടാണല്ലോ അവിടെ ടൈം. ഇതിനകത്ത് എന്താന്ന് പറയാ, നിങ്ങൾ ബോയിലിങ്ങും ബ്ലാഞ്ചിങ്ങും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ബോയിലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൊലോങ്ഡ് ടൈം ഡ്യൂറേഷൻ നിങ്ങൾ നോക്കുക, കുക്കിംഗ് ടൈം. ഇവിടെ നമ്മൾ ഹാർഡ്ലി 2 minutes അത്രയത്തിൽ നിർത്തും, മനസ്സിലായി? തിളച്ച വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക, പിന്നെ തണുത്ത വെള്ളത്തിലേക്ക് വെക്കുക, അപ്പത്തേക്ക് തോല് പൊളിച്ച് കിട്ടും. ആ ഒരു മെത്തേഡ്. ഈ കടല റോസ്റ്റ് ചെയ്തില്ല, അപ്പൊ അതിനെന്തെങ്കിലും പ്രിപ്പറേഷൻ ആണ്, അതിനെന്തെങ്കിലും സെപ്പറേറ്റ് എന്തെങ്കിലും അഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഏതിനെയാണ്? നിലക്കടല നമ്മൾ റോസ്റ്റ് ചെയ്ത് നിലക്കടല കഴിക്കുന്നില്ല, കടല കഴിക്കുന്നില്ലേ, അതിന് എന്തെങ്കിലും ജസ്റ്റ് ആ ഫ്ലേവർ. അതേപോലെ തന്നെ അതിന്റെ തണുപ്പിപ്പം അത് നമ്മൾ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള മോൾഡ്, പൂപ്പലൊക്കെ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു തണവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ഇനീഷ്യലായിട്ട് നമുക്കതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീൻ ഡീനേച്ചറേഷന് ഒരു സാധ്യത ഉള്ളതുകൊണ്ടുകൂടി തന്നെ അപ്പം ചില സമയത്ത് നമ്മൾ ഈ പ്രോട്ടീൻ അവൈലബിലിറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, കടലയൊക്കെ ഒത്തിരി നേരം ഇട്ട് റോസ്റ്റ് ചെയ്താൽ. സ്റ്റൂയിങ് ആണ് ഇവിടെ എന്ന് വെച്ചാല് ആദ്യം ലിക്വിഡിനെ, അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രേവി, നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഓർത്താൽ മതി. ആ വെള്ളത്തിനെ അല്ലെങ്കിൽ നമ്മളെ കുക്ക് ചെയ്യുന്ന ഗ്രേവിനെ 100 degree ആയി എത്തുന്നതിന് മുന്നേ തന്നെ എന്നിട്ട് എന്ത് ചെയ്യും, സിമ്മിങ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യും, 80 to 90 degree Celsius. അതിനെയാണ് നമ്മൾ സ്റ്റൂയിങ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളൊരു ടൈറ്റ് ഫിറ്റിംഗ് ലിഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അപ്പൊ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വാട്ടറെ ഇവാപറേഷൻ വഴി നഷ്ടപ്പെടാറുള്ളൂ. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റൂയിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ടൈം കൺസ്യൂം, കുറെ നേരം ടെമ്പറേച്ചർ കുറയ്ക്കുന്നതോടുകൂടി തന്നെ എന്ത് പറ്റും, കുക്ക് ചെയ്തെടുക്കാനുള്ള സമയവും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറെ വേസ്റ്റേജ് ഓഫ് ടൈമും അതേപോലെ തന്നെ ഫ്യൂവലും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോമ്പിനേഷൻ മെത്തേഡ്. കോമ്പിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഒന്നിയിൽ മോയിസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 മെത്തേഡ്സും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ്, ഒരേ കുക്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കോമ്പിനേഷൻ മെത്തേഡ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രേസിംഗ്, BRAISING. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വെസ്റ്റേൺ മെത്തേഡ് ഓഫ് കുക്കിംഗ് ആണ്. ഇവിടെ സ്റ്റൂയിങ്ങും ബ്രേസിങ്ങും തമ്മിൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ബ്രേസിംഗ് എന്ന് പറയുമ്പം അതൊരു കോമ്പിനേഷൻ മെത്തേഡാണ്, റോസ്റ്റിങ്ങിന്റെ സ്റ്റൂയിങ്ങിന്റെ. ആദ്യം ഫുഡ് പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റത്തിനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ സാധാരണ വെസ്റ്റേൺ കൺട്രീസ് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് ലാർജ് ചങ്ക്സ് അല്ലെങ്കിൽ ഇറച്ചിയുടെ വലിയ വലിയ കഷ്ണങ്ങൾ റോസ്റ്റ് ചെയ്യും. ഈ പാനിലിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും അതിനെ കുറച്ചൊന്ന് ഹാർഡാക്കി എടുക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റൂയിങ് മെത്തേഡിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ ടൈറ്റ് ഫിറ്റിംഗ് ലിഡ് വെച്ചിട്ട് ഒരു സ്റ്റൂ ചെയ്തെടുക്കും. ഇതിനകത്ത് ഫ്ലേവറിങ്സും സീസണിങ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. സോ ഈ ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേസിംഗ്. ബ്രേസിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ മെത്തേഡ്. ഇവിടെ റോസ്റ്റിങ്ങും സ്റ്റൂയിങ്ങും, ഒന്ന് ഡ്രൈ ഹീറ്റ് ആണ്, മറ്റേത് മോയിസ്റ്റ് ഹീറ്റ് ആണ്. രണ്ടും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരൊറ്റ മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത് ബ്രേസിംഗ്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ മെത്തേഡ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടില് സാധാരണ ഉപ്പുമാവ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? റോസ്റ്റ് ചെയ്യും ഇല്ലേ? നമ്മള് റവ ഒന്ന് റോസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഈ റോസ്റ്റഡ് റവയാണ് അതിലേക്ക് ഇടുന്നത്. സോ ദാറ്റ് ഇസ് അഗൈൻ എ കോമ്പിനേഷൻ മെത്തേഡ്. കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് അതിന് ഷേപ്പ് കൊടുത്തിട്ട് മുക്കി പൊരിക്കുക, ഡീപ് ഫ്രൈ. അവിടെ ഡീപ് ഫ്രൈ മെത്തേഡ്.
നമ്മുടെ പായസം, വെർമിസെല്ലി പായസം, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ റോസ്റ്റിങ്ങും ഉണ്ട്, സിമ്മറിങ്ങും ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ മെത്തേഡ്സ്. മറ്റു മെത്തേഡ്സ് ആണ് ഇപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത മോയ്സ്റ്റ് ഹീറ്റ് ഡിസ്കസ് ചെയ്തു, ഡ്രൈ ഹീറ്റ് ഡിസ്കസ് ചെയ്തു, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കോമ്പിനേഷൻ മെത്തേഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അതർ മെത്തേഡ്സ് ഓഫ് കുക്കിംഗിൽ ഫസ്റ്റ് വൺ ആണ് മൈക്രോവേവ് കുക്കിംഗ്. മൈക്രോവേവ് കുക്കിംഗിൽ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മാഗ്നെട്രോൺ ആണ്. ഈ മാഗ്നെട്രോൺ ആണ് ഇലക്ട്രിക്കൽ എനർജിയെ മൈക്രോവേവ് എനർജി ആയിട്ട് മാറ്റുന്നത്. മാഗ്നെട്രോൺ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മൈക്രോവേവ് എനർജി. ഈ മൈക്രോവേവ് എനർജി, ഈ മൈക്രോവേവ്സിനെ ഒന്നിൽ അബ്സോർബ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാം. ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള മൈക്രോവേവ്സ് ഒന്നിൽ ഈ മെറ്റൽസ്, ഇതിന്റെ ഈ മൈക്രോവേവിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഫുള്ളി കവേർഡ് ബൈ മെറ്റൽസ്. ഈ മൈക്രോവേവ് ഈ മെറ്റൽസിൽ ചെന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് റിഫ്ലക്റ്റഡ് ആവും. റിഫ്ലക്റ്റഡ് ചെയ്തിട്ട് എവിടെ ചെന്ന് വീഴും? ഫുഡിൽ ചെന്ന് വീഴും. ഫുഡ് ഈ എനർജിയെ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ കുക്കിംഗ് നടക്കുന്നത്. അതും എല്ലാ ഭാഗത്തും, ഈ മൈക്രോവേവിന്റെ എല്ലാ ഭാഗത്തും മെറ്റൽസ് ഉള്ളതുകൊണ്ട് തന്നെ മാഗ്നെട്രോൺ എമിറ്റ് ചെയ്യുന്ന എല്ലാ മൈക്രോവേവ് എനർജീസും അവിടെ ആ മെറ്റൽ പ്ലേറ്റിൽ ചെന്ന് അടിച്ചിട്ട് റീബൗണ്ട് ചെയ്ത് ഫുഡിന്റെ എല്ലാ ഭാഗത്തും ചെല്ലും. ടേൺ ടേബിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫുഡിനെ ഇങ്ങനെ യൂണിഫോം ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞുതരാം. മൈക്രോവേവ് കുക്കിങ്ങിൽ മൈക്രോവേവ് ആണ് നമ്മൾ സ്പെഷ്യൽ എക്യുപ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്വിക്ക് മെത്തേഡാണ്, എഫിഷ്യന്റ് മെത്തേഡാണ്. എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്നത് മാഗ്നെട്രോൺ ആണ്. ഈ മാഗ്നെട്രോൺ ആണ് ഇലക്ട്രിക്കൽ എനർജീനെ മൈക്രോവേവ് എനർജി ആയിട്ട് മാറ്റുന്നത്. ഈ മൈക്രോവേവ്സ് ഒന്നിൽ അബ്സോർബ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്റ്റഡ്, ഈ ആരാ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ മൈക്രോവേവിന്റെ ഉള്ളിലുള്ള മെറ്റൽ പ്ലേറ്റ്സ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള വേവ്സ് ഫുഡ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്തെടുക്കും, ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഫുഡിന്റെ യൂണിഫോം കുക്കിംഗ് നടക്കുന്നത്. കുറച്ച് മെറിറ്റ്സ് എന്ന് പറയുന്നത് ക്വിക്ക് മെത്തേഡാണ്, ഫാസ്റ്റർ ആണ്. സാധാരണ മെത്തേഡ്സിനെക്കാട്ടിലും 10 ഇരട്ടി ഫാസ്റ്റർ ആയിട്ട് നടക്കും. അതേപോലെ തന്നെ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഫുഡ് ഹീറ്റ് ആവത്തുള്ളൂ. ഇവിടെ ഫുഡ് മാത്രമേ ഹീറ്റ് ആവുന്നുള്ളൂ, ഓവൻ മൊത്തത്തിൽ ഹീറ്റ് ആവുന്നില്ല. ഫുഡ് യൂണിഫോം ആയിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഭക്ഷണം പോലും ഫ്ലേവറും ടെക്സ്ചറും അധികം മാറ്റം ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഹീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മൈക്രോവേവ് കുക്കിംഗ് വളരെ കുറച്ച് വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ, കാരണം വെള്ളം തന്നെ ലിറ്റിൽ ഓർ നോ വാട്ടർ, വെള്ളം തന്നെ തീർത്തും ആവശ്യമില്ലാത്തതുകൊണ്ടുകൂടി തന്നെ ആ ഫ്ലേവർ അതേപോലെ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഓവൻ, ബേക്കിംഗ് ഓവനും നമ്മുടെ മൈക്രോവേവ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേക്ക്ഡ് പ്രോഡക്ട്സിന് ആ ഒരു ബേക്ക് ചെയ്തതിന്റെ ആ ബ്രൗൺ എഫക്റ്റ് ഇല്ലേ, ബ്രൗണിങ് എഫക്റ്റ് ഒന്നും മൈക്രോവേവിൽ നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ സിമ്മറിങ്, സ്റ്റ്യൂയിങ്, അതേപോലെ തന്നെ ഡീപ് ഫ്രൈയിങ് ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്സിനൊന്നും നമുക്ക് മൈക്രോവേവ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സാധാരണ എപ്പോഴും പറയാറുണ്ട് കുറെ നേരം വെച്ചിരുന്ന് കറി വെക്കുന്നതിന് ടേസ്റ്റ് കൂടുതലാണ് അല്ലേ? പക്ഷെ എന്താ പറയുന്നത്, ഈ മൈക്രോവേവ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നാണ്. സാധാരണ ഒരു കൺവെൻഷണൽ മെത്തേഡിനെക്കാട്ടിൽ 10 ഇരട്ടി സ്പീഡിലാണ് ഇവിടെ കുക്കിംഗ് നടക്കുന്നത്. കുക്കിംഗ് ടൈം വളരെ ഷോർട്ടാണ്. അതുകൊണ്ടുകൂടി തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ബ്ലെൻഡ് അല്ലെങ്കിൽ എല്ലാ ഫ്ലേവേഴ്സും കൂടെ മിക്സ് ആയിട്ട് നമുക്കൊരു അരോമാറ്റിക് സ്മെൽ അല്ലെങ്കിൽ അരോമാറ്റിക് ഫ്ലേവർ തരണമെന്നൊന്നും എപ്പോഴും നിർബന്ധമില്ല. So these are the demerits. Then moving on to the solar cooking. Microwave cooking clear ആയെന്ന് വിചാരിക്കുന്നു. Then moving on to solar cooking. ഇതിപ്പം നമ്മൾ വളരെ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു വളരെ സിമ്പിൾ ടെക്നീക്കാണ്. സോളാർ എനർജി അല്ലെങ്കിൽ സൺലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഈ ഒരു ബോക്സ് പിക്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വെൽ ഇൻസുലേറ്റഡ് ബോക്സ് ആണ്, വിച്ച് ഇസ് പെയിന്റഡ് ബ്ലാക്ക് ഇൻസൈഡ്. അതിന്റെ ഉൾഭാഗം കറുത്ത പെയിന്റ് ആണ് വെച്ചേക്കുന്നത്. ഇറ്റ് ഹാസ് 1 or more ട്രാൻസ്പെറന്റ് കവേഴ്സ്. മൂടി അല്ലെങ്കിൽ ലിഡ് ആയിട്ട് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ട്. ഇതിന്റെ പർപ്പസ്, ഈ ലിഡിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാല് ഹീറ്റ്, സോളാർ എനർജി അല്ലെങ്കിൽ സൺസ് റേസ് ഈ ബോക്സിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് പോവാതെ തടയാൻ വേണ്ടിയാണ് ഈ ഗ്ലാസ് ലിഡ്സിന്റെ പർപ്പസ്. ഇതിന്റെ കുക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 140 ആണ്. സാധാരണ എല്ലാ തരം ഭക്ഷണം നമുക്ക് ഈ 140 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ്. ഉൾഭാഗം ബ്ലാക്ക് ആണ്. ഇതാണ് കുക്കിംഗ് പോട്ട്. ഗ്ലാസ് ലിഡ് ഉണ്ട്. സൺസ് റേസ് ഈ റിഫ്ലക്ടേഴ്സെ വന്ന് അടിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാതെ തടഞ്ഞു നിർത്തും. ഇതിന്റെ സൈഡ് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അത് തടഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് ആ ഹീറ്റ് എനർജി ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെ നിലനിർത്തി അതിന്റെ ടെമ്പറേച്ചർ അറൌണ്ട് 140 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ദിസ് ടൈപ്പ് ഓഫ് മെത്തേഡ് ഇസ് നോൺ ആസ് സോളാർ കുക്കിംഗ്. പിന്നെ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ടെക്നിക്കാണ്. വലിയ സ്പെഷ്യൽ സ്കിൽസ് ഒന്നും ആവശ്യമില്ല. കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പം കുതിച്ചു വരുന്ന കറണ്ട് ബില്ലും അതേപോലെ തന്നെ നമ്മുടെ LPG ഗ്യാസിന്റെ ഒക്കെ ബില്ല് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒറിജിനൽ ഫ്ലേവേഴ്സ്, ഇപ്പം ഫുഡിന്റെ ഫ്ലേവേഴ്സ് ഒക്കെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. കരിയാനും പുകയാനും ഒന്നും സാധ്യതയില്ല. പിന്നെ വളരെ കുറച്ച് വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വാട്ടർ അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റ് ഓഫ് മെത്തേഡ് അല്ലല്ലോ അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് ന്യൂട്രിയൻസും കുറവാണ്. ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് റെയിനി സീസൺസ്, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഈ കുക്കിംഗ് മെത്തേഡിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡീമെറിറ്റ് ആണ്. അതേപോലെ തന്നെ സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട്. പിന്നെ കുറച്ചുകൂടെ സ്ലോ ആണ്, കുറെ നേരം എടുത്ത് കുക്ക് ചെയ്യുന്നത്. സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇനീഷ്യലി എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നും ഇല്ല. So these are the demerits.